ശ്രീഗുരുഭ്യോ നമഃ. പ്രിയപ്പെട്ട ജ്ഞാന ജിജ്ഞാസുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അദ്വൈത ദീപികയിലെ 12ാമത്തെ ശ്ലോകത്തെ ആധാരമാക്കി തന്ന ഒരു ചോദ്യത്തിൽ പഠിതാക്കൾ സംശയമുന്നയിച്ചിരുന്നു. വിവർത്തഭ്രമത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് എന്ന്. ഏതായാലും ഒത്തിരി അറിവിൻ്റെ തലത്തിലേക്ക് ഉയർന്ന ജിജ്ഞാസുക്കളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ജിജ്ഞാസ പരമസത്യത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിവർത്തമാണ് നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്ന ചോദ്യം. അതായത്, ഗുരുവിൻ്റെ കൃതികൾ എല്ലാം തന്നെ പറയുന്നത് ഏകമായ ആ പരമ്പൊരുളിനെ കുറിച്ചാണ്, പരമസത്യത്തെക്കുറിച്ചാണ്, അറിവിനെക്കുറിച്ചാണ്. ആത്മോപദേശ ശതകം മാത്രമല്ല, ഗുരുവിൻ്റെ എല്ലാ കൃതികളിലും പറയുന്നത് ഇത് തന്നെയാണ്, ഈ പരമസത്യത്തെ തന്നെയാണ്. ഇനി ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ മായയെ നാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ നമുക്കാകുമോ? നമ്മളൊക്കെ ഇവിടെ സംസാരിക്കുന്നത് മായയിലിരുന്നു കൊണ്ടാണ്, അജ്ഞാനത്തിലിരുന്നു കൊണ്ടാണ്. അജ്ഞാനത്തിൽ മാത്രമാണ് ചോദ്യങ്ങളുള്ളതും ഉത്തരങ്ങളുള്ളതും. അറിയേണ്ടത് അറിഞ്ഞാൽ പിന്നെ ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. രമണ മഹർഷിയും ഗുരുവും കണ്ട പോലെ. അപ്പോൾ നമ്മളൊക്കെ ഈ സത്യത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ അജ്ഞാനത്തിൻ്റെ തലത്തിൽ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുന്നത്. ഗുരു തന്നെ പറയുകയാണ്, ഈ പ്രപഞ്ചം, ഈ മായ എങ്ങനെയാണ് പരമമായ സത്യം ഈ മായാമയമായ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് എന്ന് വർണ്ണിക്കാൻ കഴിയുന്നില്ല എന്ന് ഗുരു തന്നെ പറയുന്നുണ്ട്. ദർശനമാലയിലെ മായാദർശനത്തിൽ മായയുടെ അമേയ വൈഭവം എന്ന് പറഞ്ഞിട്ട് നിർണയിക്കാനാവാത്ത, പരിമിതികളില്ലാത്ത, വാക്കുകൊണ്ട് നിർവചിക്കാനാവാത്തത്ര അത്ര വൈഭവത്തോടു കൂടിയതാണ് മായ എന്ന് പറഞ്ഞിട്ട് ചില മായയുടെ പ്രകടിത ഭാവങ്ങൾ എടുത്ത് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗുരു ദേവീസ്തവത്തിൽ ഗുരു പറയുന്നുണ്ടല്ലോ, കഴിവില്ലയൊന്നും അതുകൊണ്ട് എനിക്കിന്നു നിൻ മൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ, അല്ലേ? ഇതിനെ പറയാൻ ഒരുങ്ങുമ്പോൾ കഴിയുന്നില്ല, മൊഴി മൗനമായി മാറുന്നു. എൻ്റെ അർത്ഥം ഉപനിഷത്ത് പറയുന്ന പോലെ യസ്യാമതം തസ്യ മതം, യസ്യ അമതം തസ്യ മതം. യസ്യ ആരാണോ ഇതിനെ അറിഞ്ഞില്ല എന്ന് പറയുന്നത്, തസ്യ മത, അവൻ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. കാരണം ഇത് ബുദ്ധി കൊണ്ട് അറിയുന്നതല്ല. മതം യസ്യ എന്ന വേദസഹ, ആരാണോ മതം അറിഞ്ഞു, ഇവനെ ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്ക് സംശയമാ ഉള്ളത് നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ അത് സംശയം ചോദിക്കുന്നത് തെറ്റാന്നല്ല പറയുന്നത് കേട്ടോ, നല്ലതാണ്. മതം യസ്യ, ആരാണോ ഇതിനെ അറിഞ്ഞില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞു എന്ന് പറയുന്നത്, അറിഞ്ഞില്ല എന്ന് പറയുന്നവൻ ഇതിനെ അറിഞ്ഞിട്ടുണ്ട്. ഇനി അറിഞ്ഞു എന്ന് ആര് പറയുന്നു? ന വേദ സഹ ന വേദ, അവൻ ഇതിനെ അറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഗുരുവിനിത് പറയാൻ പറ്റാത്തത്, ഗുരു ഈ അറിവിലുമേറിയ അറിവിലേക്ക് അമർന്ന അറിവായി മാറിയത് കൊണ്ടാണ്. ഗുരു വാക്കുകൾ കൊണ്ട് പറയാതെ അജ്ഞാനികളായ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രകടിത ഭാവങ്ങൾ ഗുരു രചനയിലൂടെ തന്നു. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്താ പറയുക, ദർശനമാലയിലെ മായാദർശനത്തിൽ വിദ്യ, അവിദ്യ, അപര നിങ്ങളുടെ വായനയ്ക്ക് വിടുന്നു. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതുമാണ്, ഈ ഗ്രൂപ്പിൽ നമ്മൾ വിചാരം ചെയ്ത് കഴിഞ്ഞതുമാണ് അതെല്ലാം. അപ്പോൾ അവിടെ മായയുടെ അവിദ്യാശക്തിയെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ. അതായത് പിന്നെ ഈ അവിദ്യാശക്തിയിൽ വരുന്ന ഒരു ശക്തി തന്നെയാണ്, ഒരു ഭ്രമം തന്നെയാണല്ലോ വിവർത്തം. യഥാർത്ഥത്തെ മറച്ചു കളയുന്നത്, അല്ലേ? യഥാർത്ഥത്തെ മറച്ചു കളഞ്ഞിട്ട് എന്താ പറയുക, അസത്യത്തെ നമ്മളെ കാണിച്ച് ഭ്രമിപ്പിക്കുന്നു. സത്യമാണെന്ന് കരുതി വിചാരിക്കുന്നു. സത്യത്തെ മറച്ചിട്ട്
അസത്യമായ പ്രപഞ്ചമാണ് സത്യമെന്ന് നമ്മളെ കാണിക്കുന്ന ശക്തിയാണല്ലോ അവിദ്യാശക്തി. അപ്പോൾ യാഥാർത്ഥ്യത്തെ മറിച്ച് കളയുന്നത് എങ്ങനെയോ അതുപോലെ. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഭ്രമമെന്ന് പറഞ്ഞാൽ തന്നെ അത് മായയാണ്. വിവർത്തമായാലും അല്ലാത്ത ഭ്രമമായാലും എല്ലാം മായാ പ്രതിഭാസം തന്നെയാണ്. അവിടെ സംശയം വേണ്ട. കാരണം ഈ പ്രപഞ്ചം ഉണ്ടായത് പരിണാമത്തിലൂടെയാണ്. ഒന്ന് മറ്റൊന്നായിട്ട് മാറുന്നു. ജന്യ നവരത്ന മഞ്ജരിയിൽ പറയുന്ന പോലെ ആരായുകിൽ തിരകൾ നീരായിടുന്നു, പണി നാരായിടുന്നു, കുടവും പാരായിടുന്നു, അല്ലേ? അപ്പോൾ ഈ 3 രീതിയിലുള്ള മാറ്റം ഇവിടെ പറയുന്നുണ്ട്. ഒരു വസ്തു വേറൊന്നുപോലെ തോന്നുന്നു. ഈ തോന്നലുണ്ടാകുന്നത് എപ്പോഴാണ്? സൃഷ്ടി നടക്കുമ്പോഴാണ്. സൃഷ്ടിയാണല്ലോ മാറ്റം എന്ന് പറയുന്നത്. ഒന്ന് പരിണമിച്ച് മറ്റൊന്നായിട്ട് മാറുന്നു, അതാണല്ലോ മാറ്റം എന്ന് പറയുന്നത്. ഒന്നും പുതിയതായി ഉണ്ടാകുകയോ അതുപോലെ തന്നെ നശിക്കുകയോ ചെയ്യുന്നില്ല. എനർജി നെതർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ശക്തി പരിണമിക്കുന്നത് മാത്രമാണ് സൃഷ്ടിയായിട്ട് വരുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരമൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നത് പരിണാമം മാത്രമാണ്. മാറ്റം പലതരത്തിലാണ്. പാല് തൈരാവുന്നതും മണ്ണ് കുടമാവുന്നതും ഒക്കെ മാറ്റമാണ്. അതായത് സമുദ്രത്തിൽ തിരകൾ ഉണ്ടാകുന്നത് മാറ്റമാണ്. ഇത് 3 നോക്കിയാൽ നമുക്കറിയാം. പാലിൽ കുറച്ച് തൈര് ചേർത്ത് വയ്ക്കുമ്പോഴാണ് തൈരാകുന്നത്. കുറച്ച് ഉറ ചേർക്കുമ്പോഴാണ് അത് തൈരാകുന്നത്. ഒരു പദാർത്ഥം അതിനെ മാറ്റിമറിക്കാനായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിൽ പാലിന് വികാരം സംഭവിച്ചു തൈരായിട്ട് മാറി. അതുപോലെ മണ്ണ് കുടമാകുന്നതും അങ്ങനെയാണ്. മണ്ണിൽ ജലം ചേർത്ത് കൂട്ടി കുഴയ്ക്കുമ്പോൾ അത് കുടമായി. വീണ്ടും കുടം പൊട്ടിയാൽ എന്തായി മാറും? മണ്ണായിട്ട് മാറും. അവിടെയും മണ്ണിന് വികാരം സംഭവിച്ചാണ് കുടമുണ്ടാകുന്നത്. മൃത്തികേത്യേവ സത്യം. കുടം, ആ മണ്ണ് മാത്രമാണ് സത്യം എന്ന് ഉപനിഷത്ത് പറയുന്നു, ചാന്തോക്യം. കുടമുണ്ടാകുന്നതിന് മുൻപും കുടമുടഞ്ഞതിന് ശേഷവും എന്തുണ്ടോ അത് തന്നെയാണ് സത്യം. അവിടെ പരിണാമമാണ് നടക്കുന്നത്. സമുദ്രത്തിലെ തിര, കുമിള, പത ഉണ്ടാകുന്നത് കാറ്റ് വീശുമ്പോഴാണ്. സംശയം വേണ്ട. സമുദ്രത്തിനുള്ളിൽ തന്നെ രൂപപ്പെടുന്ന കാറ്റ് വീശുമ്പോഴാണ് തിരയും കുമിളയും പതയായിട്ട് മാറുന്നത്. സമുദ്രം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. സമുദ്രത്തിൽ ജലത്തിൽ കാറ്റും ചേർന്നാലേ തിരകളുണ്ടാവൂ. ഇതിലെല്ലാം വേറെ വേറെ പദാർത്ഥങ്ങൾ ചലിക്കുകയോ വികാരപ്പെടുകയോ പരിണമിക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് പുതിയ വസ്തുക്കളെ ഉണ്ടാക്കി കാണിക്കുന്നത്. ബ്രഹ്മത്തിൽ പ്രപഞ്ചം കാണപ്പെടുന്നത് എങ്ങനെയെന്നാണെങ്കിൽ ഒരൊറ്റ ഭ്രമമേ ഉള്ളൂ. അത് വിവർത്ത ഭ്രമം. ഒരു സമഷ്ടി ഭാവത്തിൽ നമുക്ക് പറയാം, അത് വിവർത്ത ഭ്രമം. വിവിധം വർത്തതേ ഇതി വിവർത്ത, അല്ല, വിവിധമായിട്ട് നമുക്ക് ഒരു വസ്തുവിനെ തോന്നുന്നു. അതിന് പറയാവുന്ന ഉദാഹരണങ്ങളാണ് പണി നാരായിടുന്നു. നമ്മളിവിടെ നമ്മുടെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ കയറിനെ പാമ്പായിട്ട് തോന്നുന്നത്, പണി നാരായിടുന്നു എന്നൊക്കെ പറയുന്നത്. കയറിൽ പാമ്പിനെ കാണുന്നത് വിവർത്തഭ്രമം തന്നെയാണ്. അതായത് കയറിൻ്റെ സ്വഭാവമാണ് പാമ്പിനെ കാണിക്കുക എന്നുള്ളത്. ആ സ്വഭാവം അതിലുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഇവിടെ കയറ് ചലിക്കുന്നതേയില്ല, പരിണമിക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം പോലെയല്ല. ഇവിടെ കയറ് ചലിക്കുന്നില്ല, പരിണാമം സംഭവിക്കുന്നില്ല. കാണുന്നവൻ്റെ ഭ്രമമാണ് അത്. എന്തുകൊണ്ടെന്നാൽ അരണ്ട വെളിച്ചമായിരുന്നു അവിടെ. അരണ്ട വെളിച്ചത്തിൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ആ കയറിൻ്റെ രൂപമാണ് പാമ്പിനെ കാണിക്കുന്നത്. കയറിൽ അവിടെ പ്രത്യേകിച്ച് യാതൊരു കർത്തൃത്വവുമില്ല. ഇതെല്ലാം കാണുന്നവൻ്റെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് അത് വിവർത്തഭ്രമം. ബ്രഹ്മത്തിൽ പ്രപഞ്ചം ഉണ്ടാകുന്നതും അതുപോലെയാണ്. ബ്രഹ്മത്തിന് യാതൊരു കർത്തൃത്വഭാവവുമില്ല, യാതൊരു രീതിയിലും അത് ചലിക്കുന്നില്ല, ഒരു പരിണാമവും സംഭവിക്കുന്നില്ല. പക്ഷേ പ്രപഞ്ചമായി തോന്നുന്നു. ആ ഭ്രമമാണ് വിവർത്തം. ഇനി കയറിലെ പാമ്പിനെ പോലെയാണ്. മറ്റൊരു ഉദാഹരണം നമ്മൾ വിവർത്തഭ്രമത്തിന് പറയാറുണ്ട്, മരുഭൂമിയിലെ ജലം. മരുഭൂമിയിൽ ഒരനക്കവുമില്ലാതെയാണ് അവിടെ ഒരു ജലാശയം അലയടിക്കുന്നത് പോലെ തോന്നുന്നത്.
അല്ലാതെ ആ വെള്ളം ഒരിക്കലും മരുഭൂമിയെ നനയ്ക്കുന്നതേയില്ല. നട്ടുച്ച വെയിലാണ് അത് കാണിക്കുന്നത്, ആ വെയിലാണ് അത് കാണിച്ചത്. അപ്പോൾ ദൃശ്യം കാണുന്നവൻ്റെ കുഴപ്പമാണ് അവിടെ. അപ്പോൾ കുഴപ്പം എവിടെയാണെന്ന് ചോദിച്ചാൽ ദൃശ്യത്തിൻ്റെ കുഴപ്പം തന്നെയാണ് എന്ന് ഉറപ്പിക്കാം നമുക്ക്. പാമ്പിനെ കണ്ടത് എന്തുകൊണ്ടാണ്? വെളിച്ചം കുറവുള്ള സ്ഥലത്ത് കണ്ടതുകൊണ്ടാണ്, വെളിച്ചമില്ലാത്തതുകൊണ്ടാണ്. നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് ഒരിക്കലും കയറിൽ പാമ്പിനെ കാണാൻ സാധ്യമല്ല. കയറായിട്ട് തന്നെ കാണും. അതേസമയം മരുഭൂമിയിൽ മരീചിക നമ്മൾ കാണുന്ന ഇരുട്ടത്ത് കാണില്ലല്ലോ, രാത്രി കാണില്ല, നട്ടുച്ചയ്ക്ക് നല്ല സൂര്യപ്രകാശത്തിലാണ് അത് കാണുന്നത്. അതായത് കാരണത്തിന് യാതൊരു രീതിയിലും ചലനമോ വികാരമോ സംഭവിക്കാതെ പുതിയൊരു വസ്തുവിനെ കാണിക്കുന്നതാണ് വിവർത്തഭ്രമം. ഇവിടെ പല രീതിയിലും സൃഷ്ടി നടക്കുന്നുണ്ട്, പല രീതിയിൽ വസ്തുക്കളെ കാണുന്നുണ്ട് നാം. അതിൽ ചിലതെല്ലാം പരിണാമം, ചിലതെല്ലാം വികാരപ്പെട്ടാണ് പരിണമിക്കുന്നത്. പക്ഷേ വികാരമോ ചലനമോ ഒന്നുമില്ലാതെ എന്തെങ്കിലും വസ്തു പുതുതായി കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് വിവർത്തഭ്രമം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ പ്രപഞ്ചം കാണുന്നത് വിവർത്തഭ്രമം എന്നതാണ് സത്യം. അതിനെ തെളിയിക്കാനാണ് ഗുരു ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത്. കുറ്റിയിൽ കാണുന്ന ഭൂതം അല്ലേ, ശുക്തികാരജതം, ചിപ്പിയിൽ കാണുന്ന വെള്ളി, ഇതൊക്കെ വിവർത്തഭ്രമം തന്നെയാണ്. ജളന് വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ അല്ലേ. അപ്പോൾ നല്ല മനോഹരമായ പൂമാല കണ്ടിട്ട് ഇത് നാഗം ആണെന്ന് തോന്നിയാൽ, മടയന് തോന്നിയാലും ആ മാലയല്ലാതാകുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പല രീതിയിലും ഭ്രമമുണ്ടാകാം. ഭ്രമമെല്ലാം മായ തന്നെയാണ്, വിവർത്തഭ്രമവും മായ തന്നെയാണ്, സംശയം വേണ്ട. കാരണം മായൈവ ജഗതാമാദികാരണം എന്ന് ഗുരു അസത്യദർശനം 8ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. മായൈവ ജഗതാമാദികാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ നാന്യത് അസത്യം സിദ്ധിജാലവതം. ജഗത്തിൻ്റെ ആദികാരണം മായയാണെന്നും മായ നിർമ്മിച്ച് കാണിക്കുന്നതെല്ലാം അസത്യമാണെന്നും ആ മായ കാട്ടുന്ന മായാവി മാത്രമാണ് സത്യം, മായാവിയിൽ നിന്ന് ഭിന്നമായി ഒന്നും തന്നെ ഇല്ല എന്ന് ഗുരു പറയുന്നുണ്ട്. കയറിൽ പാമ്പിനെ കാണുക മായയല്ലാതെ നടക്കില്ലല്ലോ. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അതും മായയാണ്. സുഷുപ്തി മായയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, നമ്മൾ സ്വരൂപത്തിലെത്തുന്നെങ്കിലും ഒന്നും അറിയുന്നില്ല എന്ന അജ്ഞാനം കട്ട പിടിച്ചിരിക്കുന്നത് കൊണ്ട് അതും മായ തന്നെ. തുര്യാനുഭവം മാത്രമാണ് സത്യമായിട്ടുള്ളത്. അപ്പോൾ ആവരണം മാറാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചോദ്യങ്ങളും ചോദിക്കുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചില്ല എന്നൊക്കെ പറയുന്നത്. ജ്ഞാനത്തിലെത്തുമ്പോൾ നമ്മളുടെ സംശയങ്ങളൊക്കെ പതുക്കെ നിൽക്കും. അപ്പോൾ മായയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് സംശയങ്ങൾ കൂടുന്നത്. സത്യം അറിയുന്നതിന് ഭഗവാൻ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഓരോ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കും, നമ്മളെ കൊണ്ടുപോകും. ഈ സത്യം അറിയുന്നതിന് കാലതാമസം നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ കർമ്മഫലം നമ്മൾ എത്രത്തോളം അകന്നിരിക്കുന്നുവോ അത്രത്തോളം അടുക്കേണ്ടതുണ്ട്. സത്യത്തോട് അകന്നത്ര അടുക്കണം. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞതായിട്ട് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നു ഗുരുമഹാത്മ്യത്തിൽ. അത്രയേ ഉള്ളൂ. എന്നാലും കാരുണ്യവാനായ ഭഗവാൻ നമ്മൾ അകന്നത്ര സമയമെടുക്കില്ല നമ്മളെ തിരിച്ചു കയറ്റാൻ. അതിനാൽ സദാ ഇതിനെ സംസാരിക്കുക, പഠിക്കുക, ഇതെല്ലാം പുണ്യം തന്നെയാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ ശ്രോതും ജ്ഞാതും പ്രവേഷ്ടും ച, കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇതിൽ പ്രവേശിക്കുക എന്നതാണ്. അപ്പോൾ ശ്രവണം, മനനം, നിധിധ്യാസനത്തിൽ മനനമാണ് നമ്മളുടെ നടക്കുന്നത്. ഇനി അത് നിധിധ്യാസനം ഉറപ്പിക്കണം. മായയിൽ പെട്ടുപോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. വാസന ഉണ്ടാകരുത്, ലോകവാസനയിൽ പെട്ടു പോകരുത്. ഇപ്പോൾ ശാസ്ത്രേഷണയും ഒരു ഏഷണ തന്നെയാണ്. വിത്തേഷണ, ലോകേഷണ, പുത്രേഷണ എന്നൊക്കെ പറയുന്ന പോലെ ശാസ്ത്രേഷണയും ഒരു ഏഷണ തന്നെയാണ്. അതും കൂടിപ്പോകരുത്. അറിയേണ്ടതറിഞ്ഞാൽ പിന്നെ അതിനെ സ്ഥിരമായി ഉപാസന ചെയ്ത് ആ സത്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ആ സത്യത്തെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.